സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവെഴുത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അമ്മയെ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. അമ്മയുടെ ഉദരം മുതൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ കവാടത്തിൽ ഒരു മനുഷ്യനെ 4 ആൾ ചുമന്നുകൊണ്ടിരുത്തുമായിരുന്നു. അവൻ ഏറിയ കാലം കൊണ്ട് അവൻ ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ കവാടത്തിലായിരിക്കുന്ന മനുഷ്യനാണ്. അവൻ ആലയത്തിൽ ചെല്ലുന്ന എല്ലാവരോടും താൻ ഭിക്ഷ ചോദിക്കുമായിരുന്നു. അവൻ അതിനുവേണ്ടി മാത്രം അവനിവിടെ കൊണ്ടിരുത്തുന്നതാണ്. അത് 1, 2 അല്ല 4 പേര് കൂടി ചുമന്ന ഈ മനുഷ്യനെ ഇവിടെ കൊണ്ടിരുത്തുന്നതാണ്. അവൻ ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരെ ആലയത്തിലേക്ക് വരുമ്പോഴോ ഈ മനുഷ്യൻ അവരുടെ നേരെ കരം നീട്ടി. ആ കരം നീട്ടുന്നത് കണ്ടിട്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ പൊന്നും വെള്ളി ഒന്നുമില്ല. അവൻ വളരെ പ്രതീക്ഷയോടാ അവൻ കരം നീട്ടിയത്. എന്നിട്ട് പത്രോസ് പറഞ്ഞു, നീ ഞങ്ങളെ ഒന്ന് ഉറ്റു നോക്കാം. അവൻ അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ വല്ല ഡോളറോ കറൻസിയോ അവൻ യൂറോയോ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടോ എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ മനുഷ്യൻ അവരുടെ നേരെ കരം നീട്ടിയതാ. കരം നീട്ടിയ സമയത്ത് പത്രോസ് പറയുക, ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ പൊന്നും വെള്ളി ഒന്നുമില്ല. അവൻ നീട്ടിയ കരം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ നിരാശനായി, വളരെ ഭാരപ്പെട്ട അവൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി നിന്നു. പെട്ടെന്ന് പത്രോസ് യോഹന്നാനും കരം നീട്ടി. അല്ലെങ്കിൽ ദൈവമക്കളെ ഇവിടെ കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? പത്രോസ് അവരോട് പറയുന്നു, നീ ഞങ്ങളെ ഉറ്റുനോക്കാം. ഞങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഐക്യത ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പലയിടത്തും ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആത്മീയ അന്തരീക്ഷത്തിൽ ആത്മീയ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, ദൈവകൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പാഠമാണ്. പത്രോസ് പറഞ്ഞ് ഞങ്ങളെ ഉറ്റുനോക്കാം. അവനവരെ ഉറ്റുനോക്കി പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുക. അവൻ്റെ കരത്തിൽ അവർ ചേർത്ത് പിടിച്ചിട്ടോ നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ കൽപ്പിക്കുന്നു. അവയെ നടക്കത്തില്ലെന്ന് ഉറ്റവരും ഉടയവരും അവൻ എല്ലാവരും വിധി പറഞ്ഞതാ. ആ വിധിയെ മാറ്റി എഴുതിയ ഒരു പകൽക്കാലമുണ്ട്. ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ പലരും നിങ്ങളോട് പറയാ നടക്കത്തില്ല, ഇത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം അവൻ ഈ മനുഷ്യനെ തേടി ഈ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ ഇടയായിത്തീരണം. നടക്കത്തില്ലെന്ന് ആര് പറഞ്ഞാലും നീ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം ചിലത് നിന്റെ ജീവിതത്തിൽ ഈ പകൽ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ഒരു ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ സംഭവിക്കുന്ന വിശ്വസിക്കുന്നവർ ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഞങ്ങളെ കേൾക്കുന്ന കേൾവിക്കാരോ ഈ വചനം ഏറ്റെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും എൻ്റെ കുടുംബത്തിൽ നടക്കത്തില്ലെന്ന് പലപ്പോഴും ശത്രു വിളിച്ചു പറഞ്ഞത് അതിനെ സാധ്യമാക്കി തരാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.